അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തിയതാണ്. ഒരാഴ്ചയിലധികം കാലമായി. ഇവിടെ കണ്ട ചില സംഗതികളും ഇവിടെയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ നൂറുൽ ജുമായിൽ പരാമർശിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് നിന്നിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. മസ്ജിദുൽ ഹറമിൻ്റെ തൊട്ടടുത്ത് അവിടെ ഒരു മക്തബ, ഒരു ലൈബ്രറിയാണ്. സ്വാഭാവികമായിട്ടും ആളുകളത് സന്ദർശിക്കും. ഞാനും എൻ്റെ കൂടെയുള്ളവരും അത് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ കാണുന്ന കൗതുകമുള്ളൊരു ദൃശ്യം, ഒരു വനിത അതിൻ്റെ തറയിലിരുന്ന് ഇങ്ങോട്ട് കിബിലയിലേക്ക് തന്നെയാണ് തിരിഞ്ഞിട്ടുള്ളത്, തിരിഞ്ഞ് നമസ്കരിക്കുന്ന രംഗമാണ്. അത്ഭുതമാണ് തോന്നുന്നത് നമ്മുടെ ആളുകളുടെ ഒരവസ്ഥ. എവിടെയും നമസ്കരിക്കുക, എല്ലായിടത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അവിടെ ഇപ്പോഴില്ല. പകരം ഒരു മക്തബ, ഒരു ലൈബ്രറിയാണുള്ളത്. റസൂൽ നിന്നിരുന്ന വീടാണ് എന്ന് ഉറപ്പിച്ചാൽ തന്നെ അവിടെ പ്രത്യേകം നമസ്കരിക്കുന്നതിന് പ്രാധാന്യമൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നു. ഈ ഉംറയുടെയും ഹജ്ജിൻ്റെയും ഒക്കെ സമയത്ത് പല സ്ഥലത്തും പലയിടങ്ങളിൽ വെച്ചും ആളുകൾ ദുആ നടത്തുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. ഈ സൗർ മലയിലെ ഗുഹ അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറിനെ വിളിച്ചിരുന്ന സ്ഥലമാണ്. അത് സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ ദൂരെ നിന്ന് കാണാനേ അത് സാധിക്കൂ. എന്നാലും അതിൻ്റെ നേരെ തിരിഞ്ഞിരുന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ഉസ്താദുമാരും ഉംറയും ഹജ്ജുമൊക്കെ നിർവഹിക്കാൻ എത്തുന്ന ആളുകളുമൊക്കെ കൂട്ടമായി ദുആ ചെയ്യുന്നതും ആമീൻ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. എന്തൊരു അത്ഭുതമാണിത്! എന്താണ് ഈ ആൾക്കാരുടെ ഒരു കഥ? എല്ലാ ഗുഹയുടെയും നേരെ, എല്ലാ മലയുടെയും നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, കയ്യുയർത്തുക, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തരം കാട്ടിക്കൂട്ടലുകളും ഏർപ്പാടുകളുമായിട്ട് ഈ ഉംറയും ഹജ്ജുമൊക്കെ മാറുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മദീനയിൽ ചെന്നാൽ അവിടെ കാണാം ഉഹദ് മല, യുദ്ധം നടന്ന ചെറിയത്ത് അസ്ത്രവിദഗ്ധർ നിന്നിരുന്ന മലയാണ്, ചെറിയൊരു കുന്നാണ്. അതിന് മുകളിൽ കയറി നിന്ന് അതിന് കല്ല് പെറുക്കുന്നു, അവിടെ പേരെഴുതി വെക്കുന്നു, അവിടെ ചിലർക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നു. എന്തെല്ലാം വാർത്തകളാണ് കാണുന്നത്! ഇങ്ങനെ എല്ലായിടത്തും അറഫ സന്ദർശിച്ചാൽ അവിടെ കാണാം ആ മല, ജബലുർ റഹ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുകളിലാണ് നിന്നത് എന്ന ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ മേൽമേൽ കയറി അവിടെ എന്തൊക്കെയോ കാണിക്കുന്നു. റസൂൽ അതിൻ്റെ താഴെയാണ് നിന്നത്. വഖഫ്തു ഹാവുന വൽ അറഫാത്ത് കുല്ലുഹ മൗഖിഫുൻ, ഞാൻ ഇവിടെ നിന്നു, എല്ലായിടത്തും നിൽക്കാം എന്നൊക്കെ റസൂൽ പറഞ്ഞു. എന്നാലും അങ്ങനെ സൂചിപ്പിക്കുന്നത് ഈ ഉംറയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ എല്ലായിടത്തും പോയി നമസ്കരിക്കുകയും അതിൻ്റെയൊക്കെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം ആചാര വൈകൃതമാണ് നമ്മുടെ ആളുകളെ ഈ ചെയ്യിക്കുന്നത്. എന്നാൽ ഇതിലേറെ കൗതുകമുള്ളൊരു സംഗതി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും 5 നേരം ജമാഅത്ത് നടക്കുന്ന ഹറമിൽ, മസ്ജിദുൽ ഹറാമിൽ അവിടുത്തെ സ്ത്രീകളെ കൊണ്ടുപോയി നമസ്കരിപ്പിക്കില്ല എന്നതാണ് ഏറ്റവും അധികം സങ്കടകരമായൊരു കാര്യം. കേരളത്തിൽ നിന്ന് വരുന്ന ചില ഗ്രൂപ്പുകളാണ് ഇത് ചെയ്യുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്ത്രീകൾ വന്ന് നമസ്കരിക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് വരുന്ന ചില ഗ്രൂപ്പുകൾ, അത് കേരളക്കാരാണ് എന്ന് അതിൻ്റെ ബാനർ നോക്കിയാൽ, തട്ടത്തിൻ്റെ പുറത്തെഴുതിയ അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവർ ഈ സ്ത്രീകളെ ഒരു കാരണവശാലും പള്ളിയിൽ നമസ്കരിക്കാൻ അനുവദിക്കുന്നില്ല. എന്തായിരിക്കാം ഇതിൻ്റെ കാരണം? അവരെ മസല സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്നാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു, 1 ലക്ഷം നമസ്കാരത്തിൻ്റെ കൂലി കിട്ടുന്ന ആ സ്ഥലത്ത് ഇത് തടയുന്ന പുരോഹിതന്മാരെ നമ്മൾ എന്താ പറയേണ്ടത്? ഈ സ്ത്രീകളൊക്കെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കൊണ്ടുപോകില്ല. വെള്ളിയാഴ്ച രാവിലെ ഏതെങ്കിലും വഴിക്കൊക്കെ പോകും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്ത് തിരിച്ചു വന്ന് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റൂമുകളിൽ കിടക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെയാണ് പറഞ്ഞത് എന്നവർ മറുപടിയും പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹിമിൻ്റെ പിൻഭാഗത്ത് എവിടെയെങ്കിലും നിന്ന്
2 റക്അത്ത് നമസ്കരിക്കണം. അത് ഈ സ്ത്രീകൾ നമസ്കരിക്കുന്നത് പള്ളിയിൽ നിന്ന് തന്നെയാണ്. അത് റൂമിൽ പോയി നമസ്കരിക്കാൻ പറ്റുമല്ലോ. മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിലുള്ള നമസ്കാരം പള്ളിയുടെ ഹറമിൻ്റെ പരിസരത്തുള്ളിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ നമസ്കരിക്കും, അതിലവർക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് കാണാം നമുക്ക്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും ഓർക്കുന്നതും നല്ലതാണ്. അതേപോലെ മാല മൗലൂദുകൾ എല്ലാ റൂമുകളിലും ഇവർ കൊണ്ടുവരുന്ന റൂമുകളിലൊക്കെ ഈ ലൈറ്റ് ഓഫാക്കിയും ലൈറ്റ് ഓഫാക്കാതെയും പകലും രാത്രിയുമൊക്കെ മാല മൗലൂദുകൾ ഓതുന്നു, അതിന് പിരിവും നടത്തുന്നു. അങ്ങനെ മല കയറലും ഈ ആവശ്യമില്ലാത്ത ദിക്റുദുആകൾ നടത്തലും ഹിറാ ഗുഹയിൽ കയറി അവിടെ പേറി നമസ്കരിക്കലും അവിടെ ഏർപ്പാടുകളും അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു ഏർപ്പാടായിട്ട് ഉംറ കർമ്മം മാറ്റുകയാണ് നമ്മുടെ ഉസ്താദുമാർ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണമെന്നൊരു ബോധം ഈ ആളുകൾക്കില്ലേ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. സംസം കിണർ ഇപ്പോൾ കാണാൻ കഴിയില്ല. മുമ്പ് കാലത്ത് ഇവിടെ വന്ന ആളുകൾക്കറിയാം സംസം കിണറിൻ്റെ അടുക്കിലേക്ക് പോകാൻ ആ കിണറിൻ്റെ പിൻഭാഗത്ത് നിന്ന് അണ്ടർഗ്രൗണ്ടിലൂടെ വഴിയുണ്ടായിരുന്നു. അന്ന് ആളുകൾ അങ്ങനെ പോയി സന്ദർശിക്കുകയും കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഈ കഅബൻ്റെ നേരെ താഴെയാണത്, മുൻഭാഗത്ത് വാതിലിൻ്റെ ഭാഗത്ത് 10-18 മീറ്റർ പിന്നിലാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ സംസം കിണറിൻ്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. ഇവിടെ ശരിയായ ബോധവൽക്കരണവും ഒക്കെ ആവശ്യമുണ്ട്. ബഖയിൽ ചെന്ന് നോക്കിയാൽ ഒരൊറ്റ ഖബർ കെട്ടിപ്പൊക്കിയത് കാണുന്നില്ല. എന്നാലും നബിയുടെ ഖബറിൻ്റെ നേരെ അപ്പുറം വന്ന് നിന്നുകൊണ്ട് നബിയുടെ ഖബറിൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾ പലപ്പോഴും അവിടെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തരമൊരു ഏർപ്പാടായി ഈ ഉംറയും ഹജ്ജും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ രീതി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യം സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. റസൂൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് ചെയ്തത്. മദീന ദുൽഹുലൈഫ മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് 8 ദിവസത്തോട്ട യാത്ര നടത്തി റസൂൽ മക്കയിൽ വന്നു. ആ യാത്രക്കിടയിലും ഹജ്ജ് നിർവഹിക്കുന്നതിനിടയിലും അള്ളാഹുവിൻ്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്യം, ഖുദു അന്നീ മനാസിക്കക്കും ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. ജനങ്ങളെ, നിങ്ങൾ എന്നെ കണ്ട് എന്നിൽ നിന്നാണ് നിങ്ങളുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങളൊക്കെ പഠിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി. ആ റസൂലിൻ്റെ മാതൃക അനുസരിച്ച് ഉംറ നിർവഹിക്കണം, ഹജ്ജ് ചെയ്യണം. ഇങ്ങനെ ഈ കാട്ടിക്കൂട്ടലുകളും ഇങ്ങനെയുള്ള കുറേ ജാടകളും ആവശ്യമില്ലാത്ത ദിക്റുദുആകളും ഒക്കെ നടത്തി ഈ ലക്ഷങ്ങൾ മുടക്കി തിരിച്ചു പോകുമ്പോൾ എന്താണ് ഇവർ സമ്പാദിക്കുന്നത് എന്ന് ഓർക്കണം. ഇവരെ ഈ രൂപത്തിലൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന ആക്കിയെടുക്കുന്ന ഉസ്താദ്മാർ അവരുടെ ഭാവി എന്താണ് എന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ.